ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ നെവിനെ ലാലേട്ടൻ കോടതി കയറ്റിയിരിക്കുകയാണ്. അതായത് നെവിൻ്റെ മോഷണം അതിര് കടന്നിരിക്കുകയാണെന്നും നെവിൻ ഭയങ്കരമായ കള്ളത്തരം കാണിക്കുന്ന ഒരാളാണെന്നൊക്കെ ആരോപിച്ചുകൊണ്ടുള്ള സഹമത്സരാർത്ഥികളുടെ പരാതിയിന്മേൽ നെവിനെ ചോദ്യം ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. അതനുസരിച്ച് ലാലേട്ടന് മുന്നിൽ തന്നെ ഒരു ചെറിയ കോടതി തയ്യാറാക്കുകയും നെവിൻ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുകയും നെവിനെ വിസ്തരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റായ ലക്ഷ്മി അവിടേക്ക് എത്തുന്നത് ചെയ്യുകയാണ്. അപ്പോൾ ലക്ഷ്മി പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ മോഷ്ടിക്കുന്നത്? അവിടെയുള്ള മറ്റു കാര്യങ്ങൾ, മറ്റുള്ള ഇടപെടലുകൾ, അങ്ങനെ നെവിൻ ആ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യുകയാണ് ലക്ഷ്മി. എന്നാൽ നെവിൻ അതിൻ്റെ ഒരു സീരിയസ്നെസ്സോടെ അല്ല മറുപടി പറയുന്നത്. അപ്പോഴും നെവിൻ ഒരു തമാശയിൽ കളിച്ചും ചിരിച്ചൊക്കെ ഒരു ലാഘവത്തോടെ ഉള്ളൊരു മറുപടിയാണ് ലക്ഷ്മി കൊടുക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ മുഖം ആ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അതിനുശേഷം ലക്ഷ്മി നമ്മുടെ സാക്ഷിയായിട്ടുള്ള ഷാനവാസിനെ വിസ്തരിക്കുന്നുണ്ട്. ഷാനവാസും ഈ പറഞ്ഞ പോലെ നെവിനെ പറ്റി കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അക്ബറിൻ്റെ മുഖവും ആ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഇതൊരു ടാസ്ക്കായിട്ട് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ പറയുന്ന കോടതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു കോടതി ആക്ടിവിറ്റി ഏരിയയിൽ കോടതി ക്രിയേറ്റ് ചെയ്തിട്ട് ആ രണ്ട് ടീമായി തിരിഞ്ഞതിന് ശേഷം ഓരോ ആൾക്കാർ പരാതി ബോധിപ്പിക്കുക, പരാതി വാദിക്കുക, അവിടെ ജഡ്ജി ഒരു ന്യായം ഉണ്ടാക്കുക, അങ്ങനെ ജഡ്ജി ന്യായം ഉണ്ടാക്കുമ്പോൾ പോയിന്റ് കിട്ടുക. ഇതാണ് ടാസ്ക്. എന്നാൽ ഇതിപ്പോൾ ലാലേട്ടൻ്റെ സാന്നിധ്യത്തിൽ നെവിൻ ചെയ്ത തെറ്റുകൾ നെവിൻ പ്രതിപ്പട്ടികയിൽ ചേർന്ന് പ്രതിക്കൂട്ടിൽ ചേർന്ന് നെവിൻ ആ തെറ്റുകളെല്ലാം നെവിനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ളതാണ് അഡ്വക്കേറ്റായ ലക്ഷ്മിയുടെ ജോലി എന്ന് തോന്നുന്നു. അപ്പോൾ ലക്ഷ്മി നെവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.